നല്ലൊരു നേതാവായിരുന്നു. പാവപ്പെട്ട ജനങ്ങളെ ഒരു വലിയ നേതാവും ഒരു സഖാവുമാണ്. പറഞ്ഞാൽ തീരാത്ത നന്മകളുള്ള സാറാണ്. ചേച്ചി എവിടെന്നാ വരുന്നേ? തൃശ്ശൂർ. ബി എസിന് തുല്യം ബി എസ് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നേരിട്ട് നമുക്ക് ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ആ സഖാവ് വിട പറഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. എത്ര കാലം കഴിഞ്ഞാലും ഒരു നല്ലൊരു വ്യക്തിയായി എവിടെ നമ്മുടെ മനസ്സിനൊരു കോണിൽ എവിടെയെങ്കിലും കാണും. കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളോടും ഹൃദയബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. മറിച്ച് ബി എസിന്റെ ഭരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും നല്ലൊരു ഭരണമായിട്ടാണ് ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. സാധാരണക്കാരന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇത്രയും ശക്തമായി പ്രവർത്തിച്ച ഒരു നേതാവിന് ഈ സമൂഹത്തിന് തന്നെ ഒരു വലിയ തീരാനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താകണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വി എസ്. ഇന്ന് അദ്ദേഹം നമ്മളോടൊക്കെ വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നിരിക്കുന്ന സഖാക്കന്മാരുടെ തിരക്ക് അതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു സമര നേതാവ് എന്തായിരിക്കണം ഈ നാട്ടിൽ ഒരു ജനാധിപത്യ നേതാവ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം. എന്നും ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തെ പോലൊരു നേതാവ് ഇനി ഉണ്ടാകുമോ എന്നതിലടക്കം സംശയമുണ്ട് എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾക്ക് കൂടുതൽ പ്രവർത്തകരോട് തന്നെ എന്താണ് അവരുടെ ഉള്ളിലുള്ള ഒരു വികാരം, അവർക്ക് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്ന പ്രതികരണത്തിലേക്ക്. ചേച്ചി ഈ ഒരു സമയത്ത് തന്നെ വരാനുള്ള തീരുമാനം? അതെ, നമ്മുടെ സഖാവല്ലേ, കാണണം. സഖാവാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? ഇല്ല, നല്ലതാ, നല്ല അഭിപ്രായം, നല്ല സഖാവാണ്. ചേച്ചി ഇപ്പൊ ഈ ഒരു സമയത്ത് തന്നെ വന്ന് കാണണം എന്നുള്ള ഒരു തീരുമാനം, എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത്? നല്ലൊരു നേതാവായിരുന്നു. പാവപ്പെട്ട ജനങ്ങളെ ഒരു വലിയ നേതാവും ഒരു സഖാവുമാണ്. പിന്നെ അതിനുപരി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചാണ്. അത് കാണാൻ വന്നത്. ചേച്ചി എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? അദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓർമ്മ ബി എസിന്റെ സ്റ്റാഫായിരുന്നു 4 വർഷം. അപ്പം കൂടുതലായിട്ട് അറിയാൻ പറ്റുമല്ലോ അദ്ദേഹത്തിനെ കുറിച്ച്. എന്തൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? എങ്ങനെയായിരുന്നു അദ്ദേഹം? പറഞ്ഞാൽ തീരാത്ത നന്മകളുള്ള സാറാണ്. എപ്പോഴാ ഇത് അറിഞ്ഞത്? 4 മണിക്ക്. അപ്പൊ തന്നെ ഇവിടെ വന്നായിരുന്നു? 4:30 പോയി. 4:30 അടുത്ത താമസം. ചേച്ചി എവിടെന്നാ വരുന്നേ? തൃശ്ശൂരിൽ വരികയാണോ? ഇന്ന് ഇത് അറിഞ്ഞിട്ടില്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നത്. ചേച്ചി നമുക്കറിയാം അദ്ദേഹം എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടെ വരണം എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താ? അല്ല, അദ്ദേഹം ഇതുപോലെയുള്ള ഒരു ആദർശധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ചരിത്രത്തിൽ കാണില്ല. അദ്ദേഹം ജനങ്ങൾക്ക് ഇനി കമ്മ്യൂണിസ്റ്റുകാരാവാൻ ആഗ്രഹിക്കുന്നവരും തലമുറയ്ക്കും ഒരു പ്രചോദനം തന്നെയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ സമരമായിരുന്നു ലാലൂർ സമരം. അതിൽ വളരെ ധീരമായ നിലപാടെടുത്ത ആ സമരം വിജയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ജനകീയ സമരങ്ങൾക്കൊപ്പം നിൽക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു ജനകീയ നേതാവിനെ ഇങ്ങനെ എന്താ പറയുക, വേറൊരു രീതിയിൽ അടയാളപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു ആദർശധീരനെ ഇനി സമൂഹത്തിൽ കാണില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതുപോലൊരു നേതാവിനെ ഇനി കാണില്ല എന്നുള്ളതാണ്. ചേട്ടാ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എല്ലാവരും പറയുന്നത് ഒരേ ഒരു വാക്കാണ്, അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇനി ഉണ്ടാവും എന്നുള്ളൊരു. അതങ്ങനെയാണ്. ബി എസിന് തുല്യം ബി എസ് മാത്രമാണ്. ബി എസ് മാത്രമാണ്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? ഞാൻ ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള. എന്ത് പറഞ്ഞു? മരണപ്പെട്ടത് പറഞ്ഞു. അത് വൈകുന്നേരം 3 മണിയായപ്പോ 3:20 ഡിക്ലെയർ ചെയ്തപ്പോ തന്നെ അറിഞ്ഞു. അല്ല, അപ്പൊ ഞങ്ങൾ വരുന്നു, സ്വാഭാവികമല്ലേ, ഞങ്ങളെ പാർട്ടി നേതാവല്ലേ. പാർട്ടി നേതാവിനെ കാണുക എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഏറ്റവും അവസാനത്തെ അന്ത്യ അഭിവാദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഞങ്ങളുടെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത്. ചേട്ടാ എന്താ പറയാനുള്ള ഈ ഒരു? വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. നമുക്ക് ഈ പറഞ്ഞല്ലോ, ബി എസ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നേരിട്ട് നമുക്ക് ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ആ സഖാവ് വിട പറഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പാർട്ടി പ്രവർത്തകനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ കമ്മിറ്റികളിലൂടെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നിരന്തരം കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, തൊട്ട് നിന്നിരുന്ന ഒരാളാണ്, നേരിട്ട് അടുപ്പമില്ലെങ്കിൽ പോലും തൊട്ട് നിന്നിരുന്ന ഒരാളാണ് പോയതെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും ആ സഖാവിന്റെ വിയോഗത്തിൽ. ചേച്ചി എവിടെയാ വീട്? എവിടെയാ? കളിയിക്കുള്ള. എപ്പോ എത്തി ഇവിടെ? ഇപ്പൊ കുറച്ച് നേരമായിട്ടുള്ളൂ. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടിനെ കുറിച്ചും? നമുക്കറിയാം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. എന്നാൽ പോലും ഒരു സഖാവ് എന്നുള്ള നിലയിൽ എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പ്രതികരിക്കുന്നത്? എന്നും ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നും എത്ര കാലം കഴിഞ്ഞാലും
ഒരു നല്ലൊരു വ്യക്തിയായി എവിടെ നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയെങ്കിലും കാണും. അത്രയ്ക്ക് നല്ല ചിന്തകളും പ്രസ്ഥാനങ്ങളും മറ്റുള്ള സാഹചര്യങ്ങളായാലും എല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ നല്ലതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കുറച്ച് മാർഗനിർദ്ദേശങ്ങളും എല്ലാം തന്നിട്ടുള്ള വ്യക്തിയും കൂടെ ആയതുകൊണ്ട് എല്ലാ കാലവും നമ്മൾ ഓർത്തിരിക്കുന്ന വ്യക്തിയും കൂടെയാണ്. CPM സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിനെ പോലെ ഇനി ഒരാളെയും ഉണ്ടാകുമോ എന്നത് സംശയമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്? തീർച്ചയായും VS പകരം VS എന്ന് തന്നെ പറയേണ്ടി വരും. കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളോടും ഹൃദയബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സംഭാഷണം തന്നെ ഒരു വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് ജനങ്ങളെ അടുപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഭാഷയും ദർശനവും ഉണ്ടായിരുന്ന അപൂർവം ഒരു നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ജനനേതാവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണല്ലോ VS. ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ചേട്ടനൊക്കെ അദ്ദേഹത്തിന് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ എത്തിയിരിക്കുകയാണല്ലോ. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ, ഓർമ്മകളുണ്ടോ അദ്ദേഹത്തെ കുറിച്ച്? ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത് പുള്ളി അധികാരത്തിൽ ഇരിക്കുമ്പോഴും എപ്പോഴും. VS പോലെ ഒരു നേതാവ് ഇനി ഉണ്ടാവില്ല. VS പോലെ VS ഉള്ളൂ. ഒരു സമര നേതാവല്ലേ, ഒത്തിരി സമരങ്ങൾ ചെയ്ത ഒരു നേതാവാണ്. അതുപോലെ എല്ലാം പുന്നപ്ര വയലാർ സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരു ഏക വ്യക്തി VS മാത്രമേ ഉള്ളൂ. ഇത് ഇന്നത്തെ പത്രം ഇപ്പൊ ഇവിടെ കൊണ്ടു തന്നതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, എന്താണ് പറയാനുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ? VS വിയോഗം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു ഇതാണ്. മറിച്ച് VS ഭരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും നല്ലൊരു ഭരണമായിട്ടാണ് ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. കാരണം ക്ഷേമ പെൻഷനൊക്കെ കൂടുതൽ വർദ്ധിപ്പിച്ചത് VS LDF ഗവൺമെൻറ് കാലത്തായിരുന്നു. അതാണ് ഇപ്പോൾ 1600 മറ്റു വന്ന LDF ഗവൺമെൻറ്റുകൾ വർദ്ധിപ്പിച്ചത്. അതൊക്കെ തന്നെയാണ് VS എന്നും ജനഹൃദയങ്ങളിൽ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത്. പിന്നെ പുന്നപ്ര വയലാറിൻ്റെ സമരനായകൻ സമരങ്ങളുടെ തീറ്റോലകളിൽ നിന്ന് പ്രവർത്തിച്ച് കേരളത്തിൽ സമരം എന്താണെന്ന് പഠിപ്പിക്കുകയൂടെ ചെയ്തിട്ടുള്ള ഒരു കർഷകത്തൊഴിലാളി നേതാവും കൂടിയാണ് VS വിയോഗം ഏറെ ദുഃഖം കേരളക്കരയിൽ നടത്തുന്നു. സമരനായകനാണ്. സമരം എന്താണ് എന്ന് ഈ നാട്ടുകാരെ പഠിപ്പിച്ച, സ്വാതന്ത്ര്യം ആവശ്യമുള്ള കാര്യങ്ങൾ സമരത്തിലൂടെ നേടിയെടുക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് VS എന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ യൂത്ത് അവരുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. ചേട്ടാ, എന്താണ് VS നിലപാടിനെ കുറിച്ച് പറയുന്നത്? VS നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ യുവതലമുറയൊക്കെ വളർന്നു വന്ന കാലം തൊട്ട് VS എന്ന പേരൊക്കെ കേട്ട് വളർന്നു വന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ഒരു പ്രത്യയശാസ്ത്രത്തിലോട്ട് മാറാനും VS പോലുള്ള നേതാക്കന്മാർ ഒത്തിരിയേറെ പങ്കുവച്ചിട്ടുണ്ട്. VS ഒക്കെ ഉയർത്തിപ്പിടിച്ച സമരത്തിന്റെ ആവേശം തന്നെയാണ് ഇപ്പോഴുള്ള നമ്മളെ ഇതിലോട്ടൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. VS പോലെ ഒരു നേതാവ് ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ടോ? VS പോലുള്ള നേതാവ് എന്ന് പറയുമ്പോൾ എല്ലാ നേതാക്കളും ഈ പാർട്ടിയിലൂടെ വളർന്ന എല്ലാ നേതാക്കളും നല്ല നേതാക്കൾ തന്നെയാണ്. അവർക്ക് അവരുടേതായ രീതിയിലൂടെ നടന്നു പോകുന്നെങ്കിൽ പാർട്ടി നയിച്ച വാതിലൂടെയാണ് അവർ നടന്നു പോകുന്നത്. അത് തന്നെയാണ് നമ്മളെല്ലാവരും. ചേട്ടാ, VS സമര നേതാവാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അങ്ങനെ പല പല വിശേഷണങ്ങളാണ് ഈ ഒരൊറ്റ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹം സമര പോരാട്ടത്തിലൂടെ ഈ പ്രസ്ഥാനത്തിൽ കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹം ധീരനായിരുന്നു, ശക്തനായ നേതാവായിരുന്നു. സാധാരണക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച CPM നേതാവായിരുന്നു. CPM പാർട്ടി ഉണ്ടായപ്പോൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിലെ ഒരേ ഒരു നേതാവ് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെയാണ് അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച ധീര സഖാവായിരുന്നു അദ്ദേഹം. സാധാരണക്കാരന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇത്രയും ശക്തമായി പ്രവർത്തിച്ച ഒരു നേതാവിന് ഈ സമൂഹത്തിന് തന്നെ ഒരു വലിയ തീരാനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും അദ്ദേഹത്തിന്റെ വേർപാടിൽ വളരെയധികം ദുഃഖിതരാണ്. മാത്രമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്.